ഹലോ ഹായ് നമസ്കാരം. പതിവ് പോലെ നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ബസ്സിൽ പോകുമ്പോൾ ഇപ്പോൾ റോഡ് സൈഡിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കും. അത് ചിലപ്പം ഇനി അവിടെ എന്തെങ്കിലും സംഭവം നടക്കാനുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു എംപ്റ്റി സ്പേസിൻ്റെ ഫോട്ടോ ആയാലും നമ്മൾ എടുത്ത് വയ്ക്കും. ഇങ്ങനെ നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, ആക്സിഡൻ്റ് ഒക്കെ ഒരു ബൈക്ക് വന്നിട്ട് ഒരാളെ തട്ടുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ മുഴുവനായിട്ട് എടുത്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളെ വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് പിന്നീട് നിങ്ങൾ വലിയ കേസും കുലുമാലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ പുറകിൽ നടക്കേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കണം. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ മുൻപ് ഒരു കേസിൽ പെട്ടുപോയ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും ഈ ഒരു സംഭവത്തിലൂടെ ഒരു പുതു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നതായിരിക്കും. അതായത് അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന 2015 ഫോട്ടോഗ്രാഫി ഒരു ക്ലാസ് ഞങ്ങൾ കോഴിക്കോട് അറേഞ്ച് ചെയ്തപ്പോൾ അതിന് ഹോളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അപ്പോൾ അന്ന് ഞങ്ങൾ ആദ്യ ദിവസം മീറ്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കഥയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വെള്ളിയാഴ്ച കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുമ്പോൾ ബസ്സൊന്നും ബസ് സ്റ്റാൻഡിലോട്ട് കയറ്റുന്നില്ല. 2006 തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പുറത്തിറങ്ങി ബസ്സും ചാടി ഇറങ്ങിയപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്, ബോംബ് പൊട്ട് എല്ലാവരും ഒഴിവായി പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അങ്ങനെ ഇദ്ദേഹം എല്ലാവരും നാട്ടുകാരൊക്കെ ഇത് കേട്ട് ബോംബ് എന്ന് കേട്ട ഉടനെ തിരിഞ്ഞ് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ഏതൊരു അന്വേഷണാത്മക രീതിയിൽ ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ജിജ്ഞാസ എൻ്റെ സുഹൃത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു. അദ്ദേഹം പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെ കണ്ട സകല മൂലയും മുക്കും സകലും ബിൽഡിങ്ങും എല്ലാം വൈഡും ക്ലോസപ്പും ഒക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു. അദ്ദേഹം ഫോട്ടോസ് എടുത്ത് പോലീസുകാരപ്പത്തേനും അദ്ദേഹത്തിന് നേരെ വന്നു. അദ്ദേഹം മാറാൻ ഒരുങ്ങുമ്പോഴത്തേനും ശക്തമായ സ്ഫോടനം അവിടെ നടന്നു. ഇദ്ദേഹം സ്ഫോടനത്തിൻ്റെ ആ പുക മായുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഷോക്ക് മാറുന്ന ആ ഒരു നിമിഷം കൊണ്ട് തന്നെ വീണ്ടും ക്യാമറ എടുത്തിട്ട് മുഴുവൻ ഭാഗങ്ങളും പൊട്ടൽ കേട്ട ഭാഗത്തേക്കുള്ള എല്ലാ ഭാഗങ്ങളും ആൾക്കാർ ഓടുന്നതും പൊങ്ങി വരുന്നതും എല്ലാം തന്നെ ക്യാമറയിൽ പടപടാന്ന് പറഞ്ഞ് ഒരുപാട് ഫോട്ടോസ് എടുത്തു. അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് പോയി. അദ്ദേഹം വൈകുന്നേരം അദ്ദേഹം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കളർ ലാബിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് പത്രത്തിന് കൊടുത്താൽ നല്ല കാശ് കിട്ടുന്നു. അങ്ങനെ പ്രമുഖമായ ഒരു പത്രത്തിൽ ബാർഗെയിൻ ചെയ്തിട്ട് 50,000-ലധികം രൂപക്ക് അദ്ദേഹം ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതായത് ബോംബ് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടും, കാരണം അദ്ദേഹം മുഴുവനും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോംബ് പൊട്ടിയതിൻ്റെ മുൻപും ശേഷമുള്ള ഒരേ സ്ഥലത്തിൻ്റെ ക്ലോസപ്പ് പടം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അദ്ദേഹം ആ പത്രത്തിലേക്ക് അത് അയച്ചു കൊടുത്തു. അവർ നല്ലൊരു സംഖ്യ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ പത്രത്തിൽ ഇത് അടിച്ചു വന്ന് ഇദ്ദേഹത്തിൻ്റെ പേരോടുകൂടി അത് അടിച്ചു വന്നു. പക്ഷേ വൈകുന്നേരം ആകാൻ കാത്തൊന്നുമില്ല. വൈകുന്നേരം ആകുന്നതിന് മുമ്പേ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ വീട്ടിലെത്തി അദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടുപോയി. കാരണം അവരൊക്കെ ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ്, ഇത്ര കൃത്യമായിട്ട് ആ സ്ഥലത്ത് ബോംബ് പൊട്ടും എന്ന് നിങ്ങൾക്ക് പൊട്ടുന്നതിന് മുൻപേ എങ്ങനെ അറിയാം? അതുപോലെ അത് പൊട്ടിയിട്ടും പൊട്ടുന്നതിന് മുമ്പ് 2 ഫോട്ടോസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, ബസ് സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, അതൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ആ പോലീസുകാർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലായിരുന്നു. അവർ അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. 43 ദിവസം അദ്ദേഹം ജയിലിലായി. പിന്നീട് ഏകദേശം 2.5 വർഷത്തോളം അദ്ദേഹം ഈ കേസുമായിട്ട് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ പേരിൽ 2.5 വർഷത്തോളം അദ്ദേഹം കൊച്ചിയിലും ചെന്നൈയിലും തിരുവനന്തപുരത്തും അങ്ങനെ സകലവിധ കോടതികളിലും കയറി ഇറങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് 2009 തോന്നുന്നു ആ കേസ് മറ്റൊരു അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുന്നതിന് മുൻപേ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു വിധത്തിൽ ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോരുകയാണ് ചെയ്തത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് വ്യക്തമായ രീതിയിൽ അത് തെളിയിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കേസിലെ ഒരു പ്രതി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. ഇതും അദ്ദേഹം ഇപ്പോൾ ഈ ഇത്രയും ദിവസങ്ങൾ ജയിലിൽ കിടന്നതുപോലും അദ്ദേഹം അർഹിക്കുന്ന ഒരു ശിക്ഷയല്ല. കാരണം അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞിട്ട് കൗതുകത്തിന് ഫോട്ടോ എടുത്തതാണ്. അതിലാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പ്രശ്നം വന്നു പതിച്ചത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ നമ്മുടെ ഭാഗം സ്ട്രോങ് ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കണം എന്നാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ എന്നൊരു ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ
തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ഊരിപ്പോരാൻ പറ്റുമായിരുന്നു. കാരണം പ്രസ് ഫോട്ടോഗ്രാഫർ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ആ വിവരം കിട്ടിയത് വഴി വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് എന്ന് പറയുന്നതിലൂടെ വലിയൊരു പ്രശ്നമില്ലാതെ അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അല്ലെങ്കിൽ പൊളിറ്റിക്കലി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കും ആ രീതിയിൽ ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു നേരിട്ട് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുമായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ ഫോട്ടോഗ്രാഫേഴ്സ് ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതിന് നമ്മളെ സഹായിക്കാൻ ഒരു ആളും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, നമ്മൾ വലിയ ആൾക്കാർ എന്ന് കരുതുന്ന രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികളാണ് അത് അന്വേഷിക്കുക. അവിടെ ഈ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും തന്നെ പ്രത്യേകിച്ചൊരു സ്വാധീനമോ അല്ലെങ്കിൽ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം പോലും ലഭിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോട്ടോ എടുക്കുന്ന രീതി, ഫോട്ടോ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഈ രീതിയിൽ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ, നിങ്ങളുടെ ഭാഗം സാധൂകരിക്കാൻ തക്കതായ ഒരു ബാക്ക് സപ്പോർട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഇത്തരം വിഷയങ്ങളിൽ ചെന്ന് തലയിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു ബാക്ക് സപ്പോർട്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ, ഫോട്ടോ എടുക്കലാണ് നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ചെറിയൊരു ശമ്പളത്തിന് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ കയ്യിലൊരു ക്യാമറയുണ്ട്, നിങ്ങൾ ഇത്തരം ഫോട്ടോസ് എടുത്ത് പബ്ലിക്കിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചധികം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് അവിടെ ബാക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് കോടതിയിലും കേസിനും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ കുടുംബം പട്ടിണിയാകും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പം ഒട്ടുമിക്ക യൂട്യൂബേഴ്സ്, ഇപ്പോൾ എല്ലാ ചെറുപ്പക്കാരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു ഗോപ്രോയുടെ ക്യാമറയായിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. ഈ പോകുന്നതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും പോലീസുകാരായിട്ട് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഷൂട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പോലീസുകാർ ഇങ്ങനെ പല കാര്യങ്ങളിലും ഇടപെട്ട് അവരോട് ഷൗട്ട് ചെയ്യുന്നത്, അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം തന്നെ ഇവർ ഈ രീതിയിൽ കവർ ചെയ്തിടുന്നതും മറ്റു പല കാര്യങ്ങളും ഇവർ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലിടുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ പിന്നീട് ഒരു ബൂമറാങ് പോലെ തിരിച്ചടിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി, നമ്മൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ ഇത്തരം അന്വേഷണാത്മക കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ബാക്ക് സപ്പോർട്ട് ആദ്യം ഉറപ്പുവരുത്തുക, എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഫോട്ടോ എടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. ഒരു ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സെക്കൻഡും ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ അദ്ദേഹത്തിന് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ഫോട്ടോ എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ്, അതുപോലെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഗുണമുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുക, എനിക്ക് ഗുണമുണ്ടെങ്കിൽ ഞാൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് തോന്നുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് പോലീസ് കല്ലേറോ ലാത്തി ചാർജോ അതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, നിയമപരമായിട്ട് നിയമവിരുദ്ധമായേക്കാവുന്ന സംഭവങ്ങളിൽ പോയി ഞാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിൽ എനിക്ക് എൻ്റെ മനസ്സിനെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ എനിക്കതിന് കൃത്യമായ ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ബാക്ക് സപ്പോർട്ട്, ബാക്ക് ബോൺ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അല്ലാത്ത പക്ഷം ഞാൻ ഇറങ്ങിച്ചെല്ലുന്നത് മണ്ടത്തരമായിരിക്കും, എൻ്റെ ജീവിതം കുട്ടിച്ചോറാകാനായിരിക്കും അത് സഹായിക്കുക. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ക്യാമറയായാലും മൊബൈലായാലും ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ, ഇത്തരം ഫോട്ടോ ജേർണലിസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിൻ്റെ വരായികകൾ വ്യക്തമായി ആലോചിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങുക. വെറുതെ ചെന്നിട്ട് തലവെച്ച് കൊടുക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പതിവ് പോലെ നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ.